ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണനല്ലൂർ സൗത്ത് കാക്കക്കുന്ന് വീട്ടിൽ ഗോപിപിള്ളയുടെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിലാണ് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 ദിവസമായി സമീപത്തെ പുരയിടത്തിൽ ഒരു ആക്റ്റീവ സ്കൂട്ടർ ഇരിക്കുന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് തൊട്ടടുത്ത കിണറ്റിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി കണ്ടത്. കിണറ്റിൽ നോക്കിയപ്പോൾ എന്തോ കിണറ്റിൽ കിടക്കുന്നതായും പ്രദേശവാസികൾക്ക് മനസ്സിലായി. തുടർന്ന് കൊട്ടിയം പോലീസിനെ വിവരം അറിയിച്ചു. കൊട്ടിയം SHO പ്രദീപിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും കിണർ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇതിൽ ആരോ കിടക്കുന്നതായി മനസ്സിലായി. തുടർന്ന് കടപ്പാക്കട ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിക്കുകയും കടപ്പാക്കടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ആളെ പുറത്തെടുക്കുകയും ചെയ്തു. സ്കൂട്ടറിൻ്റെ നമ്പർ പരിശോധിച്ചപ്പോൾ മയ്യനാടുള്ള ഒരു സ്ത്രീയുടെ പേരിലാണ് വാഹനം ഉള്ളത്. ആ സ്ത്രീ ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു. ഇളമ്പള്ളൂരുള്ള 2 വയോധികർ താമസിക്കുന്ന വീട്ടിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്ന ഈ സ്ത്രീയുടെ ഭർത്താവ് ജേക്കബ് ആണ് മരിച്ചതെന്ന് സംശയം. ദിവസങ്ങളോളം ഡെഡ് ബോഡിക്ക് പഴക്കമുണ്ട്. എൻ്റെ വീട്ടിൻ്റെ കിഴക്കതിലുള്ള വിനോദം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞിങ്ങനെ തൊട്ട് താഴ്വശത്തെ കിണറ്റിൽ സ്മെല്ല് വരുന്നുണ്ട്, തൊട്ടടുത്തൊരു സ്കൂട്ടറും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് നോക്കിയപ്പം കിണറ്റിൽ നിന്ന് ഈച്ച പറക്കുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പം സംശയം തോന്നി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് കൊട്ടിയം പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി എന്തായാലും ബോഡി വെളിയിലെടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഇതാരാണ് എന്തുവാന്ന് അറിയത്തില്ല. ഇനി അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ പറ്റൂ. പക്ഷേ വണ്ടി ഇവിടെ കൊണ്ട് വണ്ടി നമ്പരും ഉണ്ട്. ഇവിടെ പ്രത്യേക ഏരിയ സ്ഥിരം മദ്യപാന ഏരിയ. ഈ ഭാഗത്ത് ഇങ്ങനെ ഈ മദ്യപിക്കാനായിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ. അങ്ങനെ എങ്ങാനും കൂടി വന്നാൽ എന്തുവാന്ന് അതേക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഇതെങ്ങനെ സംഭവിച്ചത് എന്തുവാന്നും യാതൊരു വിവരവും ഇല്ല. എത്ര ദിവസമായി ഇപ്പം വണ്ടി വിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിൽ ചോദിച്ചപ്പോൾ അവരൊരു 3-4 ദിവസമായിട്ട് ഈ വണ്ടി കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത്രയും ദിവസമേ ആയുള്ളൂ, അതോ അതിൽ കൂടുതലാണെന്നൊന്നും അറിയാൻ വയ്യ. പേരെന്ത്? എൻ്റെ പേര് റോബർട്ട്. ശരി ശരി ഇവിടെ ഒരു ആളൊഴിഞ്ഞൊരു പ്രദേശമാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു 3-4 വീട് പഴയ വീടുകൾ വെച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിലൊന്നും ആളെ താമസമില്ല. എല്ലാം പഞ്ചായത്തിന് കിട്ടിയ വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതൊക്കെ ഇവിടെ ആളെ താമസമില്ലാതെ കിടക്കാൻ ഒരു 2 വീട് പൂട്ടിയിട്ടൊക്കെയാണ്. 2 വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ആളെ താമസമുള്ളത്. ഒരു വീടേ ഉള്ളൂ താമസം. അവിടെ കുട്ടികളും സ്ത്രീകളും മാത്രമേ ഉള്ളൂ താമസം. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. പിന്നെ ഒരു സ്മെല്ല് വന്നതിന് അറിയിച്ചതിനെ തുടർന്ന് ഇവിടുത്തെ പൊതുപ്രവർത്തനയും പഞ്ചായത്ത് മെമ്പറൊക്കെ അറിയിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് നോക്കിയപ്പോൾ ഈ കിണറ്റിനകത്ത് ഒരാളിങ്ങനെ കിടക്കുന്നു. ആ വലിയൊരു പ്രദേശമാണ്. സ്ഥിരമായി ഇവിടെ ആൾക്കാർ പിള്ളേരൊക്കെ വന്നിവിടെ ഇരിക്കാറൊക്കെ ഉണ്ട്. പിന്നെ എന്തോ സംഭവിച്ചതിന് അറിയത്തില്ല, എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം ഫയർഫോഴ്സിനെ വിളിച്ച് ബോഡി പുറത്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇൻക്വസ്റ്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ആളെ അറിയത്തില്ല, ആളെ തിരിച്ചറിയത്തില്ല. ആളെ ആരാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളവർക്ക്. ഒരു സ്കൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് സ്കൂട്ടർ ഇരിക്കുന്നു. അങ്ങനെ സ്കൂട്ടർ ഇരിക്കുന്നുണ്ടാണ് ആ വീട്ടുകാർ വന്ന് ഇവിടെ നോക്കിയത്. വന്ന് നോക്കിയപ്പെടുത്തി അവിടെ സ്മെല്ലിരിക്കുന്നത് കണ്ട്. അങ്ങനെ സ്മെല്ല് നോക്കി അവർ ചെന്നപ്പോൾ കെട്ട് നോക്കി ആരോ കിടക്കുന്നതായിട്ട് തോന്നി. ചാക്കെട്ടാണ്ട് കിടക്കുന്നതായിട്ട് അവർ തോന്നിയത്. വേസ്റ്റ് അങ്ങനെ ആയിരിക്കും അവർ ആദ്യം വിചാരിച്ചത്. അങ്ങനെ പോലീസിനെ അവർ അറിയിച്ചങ്ങനെയാണ് പോലീസ് ഫയർഫോഴ്സ് വന്ന് ബോഡി പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻക്വസ്റ്റിനും മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പോലീസ് പോകുന്നുണ്ട്.